നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യവസാനിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിറ്റേന്ന് തന്നെ മുംബൈയിലെ ശിവാജി പാർക്കിൽ ഇന്ത്യ സഖ്യം പടുകൂറ്റൻ റാലി നടത്തി കരുത്തുകാട്ടിയിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, NCP അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, DMK നേതാവ് MK സ്റ്റാലിൻ, നാഷണൽ കോൺഫറൻസ് മേധാവി ഫാറൂഖ് അബ്ദുള്ള, RJD നേതാവ് തേജസ്വി യാദവ്, PDP നേതാവ് മെഹബൂബ മുഫ്തി എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു. രാഹുലിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ജനസമ്പർക്ക പരിപാടിയായ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇത്തവണ 63 ദിവസത്തെ പര്യടനം രാജ്യത്തിന്റെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താണ് പൂർത്തിയാക്കിയത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ മുഖമുദ്ര സ്വേച്ഛാധിപത്യം, വർഗീയത, അഴിമതി എന്നിവയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രമുഖ നേതാക്കൾ ആരോപിച്ചു. മോദി സർക്കാരിന് അഴിമതിയുടെ മേൽ കുത്തകയുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗവും EVM ക്രമക്കേടുകളും ഇല്ലാതെ അവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്നും രാഹുൽ പറഞ്ഞു. ഹിന്ദുമതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട്. ഞങ്ങൾ ഒരു ശക്തിക്കെതിരെ പോരാടുകയാണ്. എന്താണ് ആ ശക്തി എന്നതാണ് ചോദ്യം. EVM-ലും രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ED, CBI, ആദായ നികുതി വകുപ്പുകളിലെ ഭരണാധികാരികളുടെ ഇടപെടലാണ് പ്രശ്നം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് വിടുന്നതിനു മുമ്പ് എന്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സോണിയാജി, ഈ ശക്തിയോട് പോരാടാൻ എനിക്ക് ശക്തിയില്ലാത്തതിനാൽ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ്. എനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമില്ല. ആയിരക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നരേന്ദ്രമോദി വിജയം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനയും സാഹോദര്യവും സംരക്ഷിക്കാനും വിദ്വേഷത്തെ പരാജയപ്പെടുത്താനുമാണ് രാഹുലിന്റെ യാത്രയെന്ന് RJDയുടെ തേജസ്വി യാദവ് എടുത്തു പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെയിറക്കുന്നു. വ്യാജ പ്രചാരണം നടക്കുമ്പോൾ ഐക്യവും ജനാധിപത്യവും തിരികെ കൊണ്ടുവരാൻ രാഹുൽജി ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കി. മോദിയെയോ ഷായെയോ തോൽപ്പിക്കാൻ മാത്രമല്ല, രാജ്യത്തിന്റെ വൈവിധ്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഒന്നിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും സംഭാവന നൽകാത്ത, അവരുടെ ഓഫീസിൽ പോലും ത്രിവർണ പതാക ഉയർത്താത്ത പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഭരണഘടനയും സാമൂഹിക സൗഹാർദ്ദവും സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ മാത്രമല്ല, രാജ്യത്തെ വിഭജിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താനാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കൈകോർത്തതെന്നും തേജസ്വി യാദവ് പറഞ്ഞു. BJP രാജ്യത്തെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞ NCP നേതാവ് ശരത് പവാർ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ആഹ്വാനം ചെയ്തു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി രാജ്യത്തെ കബളിപ്പിച്ചവരെ പാഠം പഠിപ്പിക്കേണ്ടത് വോട്ടവകാശം വിനിയോഗിക്കുന്നവരുടെ കർത്തവ്യമാണ്. നിരവധി വാഗ്ദാനങ്ങൾ നൽകി, പക്ഷെ അവയൊന്നും നടപ്പാക്കിയില്ല. ഇത്തരക്കാരെ നീക്കം ചെയ്യണം. വരും മാസങ്ങളിൽ നിങ്ങൾക്ക് ആ അവകാശം ലഭിക്കും. അതിനാൽ തയ്യാറാകൂ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. BJP സ്വേച്ഛാധിപത്യ രീതിയിലാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞ താക്കറെ, നമ്മളെല്ലാം കുടുംബങ്ങളുടെ പാർട്ടികളാണെന്നാണ് പ്രധാനമന്ത്രി മോദി വിമർശിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തി. എന്നാൽ മോദിയുടെ കുടുംബം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം താനും തന്റെ കസേരയും മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബം. രാജ്യത്ത് സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കാൻ 400 സീറ്റുകൾ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ജനങ്ങൾ ഒന്നിക്കുമ്പോൾ ഏകാധിപത്യം അവസാനിക്കും എന്ന് താക്കറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഗാന്ധി എന്ന പേര് തന്നെ മോദിക്ക് ഭയമാണെന്ന് പറഞ്ഞ മെഹബൂബ, നിങ്ങളുടെ പേരിൽ ഗാന്ധിയുണ്ട്, അതുകൊണ്ട് BJP അതിനെ ഭയപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. ഇന്ന് വ്യത്യസ്ത ചിന്തകളും ആശയങ്ങളുമുള്ള ആളുകളെ എനിക്കിവിടെ കാണാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാണ് ഇന്ത്യ. തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഒരുങ്ങുന്നു. ഭരണഘടനയുടെ ഏറ്റവും ശക്തമായ ആയുധം പൊതുജനങ്ങൾക്കുണ്ട്, അതാണ് വോട്ട്. അത് കൃത്യമായി വിനിയോഗിക്കണമെന്നും മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറിയ റാലി അക്ഷരാർത്ഥത്തിൽ വമ്പിച്ച ആവേശമാണ് ഇന്ത്യയിലാകെ ഉയർത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐകമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരുന്നു കാണാം.